അപ്പം ശരി, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്ന് പറയുന്നത് ലീഗിന്റെ 5ാം മന്ത്രി ആവശ്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ്. 4 മന്ത്രിമാർ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നാളെയും ചർച്ച തുടരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നു. പക്ഷേ 5 മന്ത്രിമാർ വേണം എന്ന നിലപാടിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. ഡോക്ടർ GV ഹരി, പഴയ 5ാം മന്ത്രി വീണ്ടും ഒരു പ്രശ്നമായി മാറുകയാണോ? ഒരു പ്രശ്നമില്ല. ഇതൊക്കെ നിങ്ങളുടെ ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പങ്ങളും ഒക്കെയാണ്. അല്ല, ഇത്തവണ ലീഗിന് നൽകില്ല എന്നാണ് അല്ലേ ഈ കാര്യങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ. ഇനിയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്കൊരു കാര്യം ഞാൻ ബോധ്യപ്പെടുത്താം. ഞാൻ തൽക്കാലം ഈ എല്ലാവരുടെയും ജാതിയും മതവും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇവരുടെ എല്ലാം മെറിറ്റ് എടുത്ത് നോക്കൂ. ഇപ്പോൾ വരാൻ പോകുന്ന നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ തലത്തിലും, അത് വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിലാണെങ്കിലും ശരി, പൊതുജനങ്ങളുടെ അവിടെ പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും ശരി തന്നെ, ജനകീയ ഇടപെടലുകളിലാണെങ്കിലും തന്നെ, ഇവരെല്ലാം മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ്. നമ്മളെ അവരുടെ ജാതിയും മതവും മാത്രം നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത്തരത്തിൽ അല്ല, ഞാൻ പറയട്ടെ, അത് മാത്രമല്ലല്ലോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഓരോ ആളുകളോട് ചോദിച്ചാൽ പോരെ ഇന്ന ആളുകളെ തരണമെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ലല്ലോ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന MLA-മാരിൽ ആദ്യം നമ്മൾ നോക്കുന്നത് അവരെ എത്രത്തോളം നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, ഒരു വകുപ്പ് എത്രത്തോളം ഭംഗിയായി കൊണ്ടുപോകും. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ആളുകളുടെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു ഇൻക്ലൂസീവായിട്ടുള്ളൊരു തോട്ടാണ് എപ്പോഴും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊണ്ടു പോവുക. അത് ഒരു പ്രത്യേക വിഭാഗത്തിനെ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളെയും. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് എപ്പോഴും ഈ സെക്യുലർ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ പറയുന്ന എല്ലാ വിശ്വാസങ്ങളും നമുക്കാകാം, ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിൽ മാത്രമല്ല, അവരവരുടെ വിശ്വാസങ്ങളെല്ലാം ആകും. അതുതന്നെയാണ് നമ്മളിവിടെ ഇപ്പോൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴും നേരത്തെ ഇവിടെ ഇത്തരത്തിലുള്ള ആശങ്കകൾ, ഇപ്പോൾ CV സത്യൻ പറയുന്നത് പോലുള്ള, അല്ലെങ്കിൽ മറ്റ് പല ആളുകളും നിരീക്ഷിക്കുന്നത് പോലുള്ള ആശങ്കകൾ ആളുകൾക്കിടയിൽ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ബോധ്യം ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പരിഗണിച്ച് തന്നെയായിരിക്കും നാളെ നമ്മൾ വളരെ കൃത്യമായി തന്നെ ഇത് നമ്മൾ ഗവർണർക്ക് കൊടുക്കുമ്പോൾ. അതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ ആ ലിസ്റ്റ് കിട്ടും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം നാളെ കഴിഞ്ഞോടുകൂടി പിന്നെ എല്ലാവരും മന്ത്രിമാർ മാത്രമാണ്. ആ മന്ത്രിമാർ എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നു, ആ മന്ത്രിമാർ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതികളും പരിപാടികളും നടപ്പാക്കാൻ പോകുന്നത് മാത്രമായിരിക്കും കേരളം ചർച്ച ചെയ്യുന്നത്. അല്ലാതെയുള്ള ചർച്ചകൾക്കൊന്നും കേരളത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീജിത്ത് നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ അപ്പോൾ പറയുകയും ചെയ്തു, ഡോക്ടർ GV ഹരി അതിനെ ഇൻക്ലൂസിവിറ്റി എന്നുള്ള കാര്യം തന്നെ പറയുകയുള്ളൂ എന്ന്. പക്ഷെ അദ്ദേഹം അതിൻ്റെ ഈ കോൺഗ്രസിലെയും UDF-ലെയും പതിവ് രീതിയാണ് പറഞ്ഞത്, സാമുദായിക സമവാക്യം ഒപ്പിക്കുക എന്നുള്ള കാര്യം. അല്ല, ഞാനത് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഞ്ജുഷ, നമ്മൾ കാലം മാറി വരികയല്ലേ. കാലം മാറി വരുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ, എല്ലാ കാലത്തും ഒരേ ശൈലിയും സമീപനവും നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ആ ശൈലിയും സമീപനത്തിലുള്ള വ്യത്യാസങ്ങൾ പാർട്ടിക്കകത്തുണ്ടാവും. പാർട്ടിക്ക് ഈ ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രമല്ല, സമൂഹത്തിനകത്തുണ്ട്. എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള എല്ലാ തലത്തിലും. അതിനകത്ത് ഒരു ജാതിയും മതവും മാത്രമല്ലെന്ന് ഞാൻ പറയുന്നത്. അതിനകത്ത് എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല കേട്ടോ. നേരത്തെ ഉള്ള അതേ രീതിയിൽ വ്യത്യാസം തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇല്ല, എനിക്കത് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ ഫണ്ടമെന്റലി പ്രഖ്യാപിച്ചില്ലല്ലോ ശ്രീത്തെ. നമ്മളിതിപ്പോ നിങ്ങൾ പറയുന്ന ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. പാർട്ടിക്കകത്തുള്ള ചർച്ചകളിലൊന്നും, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. നമ്മൾ പരിഗണനയിലാണ് കാര്യങ്ങളൊക്കെ തന്നെ. അത് വരട്ടെ. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ശ്രീ ഹരി അതിനെ വിമർശിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് എങ്കിൽ ശ്രീ ഹരി അതിനെ വിമർശിക്കില്ല. ആ സമയത്ത് മറ്റൊരു ന്യായം പറയും. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിരിക്കുന്നതിൽ ഫണ്ടമെന്റലി ഉള്ള പ്രശ്നം, ഒന്ന്, കാലം മാറി വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ശൈലിമാറ്റം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശരിയാണ്, കാലം മാറി. പക്ഷെ എന്ത് ശൈലിമാറ്റം ഉണ്ടായിരിക്കുന്നത്? നേരത്തെയും സാമുദായിക പരിഗണനകൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു സഖ്യകക്ഷി ഫ്ലെക്സ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്കുള്ള പ്രാമുഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ എന്ത് ശൈലിമാറ്റം ഉണ്ടായിരിക്കുന്നത്? ഇപ്പൊ ഒരു കാര്യം ഫണ്ടമെന്റലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 60-ലധികം സീറ്റ് കിട്ടിയിരിക്കുന്ന കോൺഗ്രസിന് ആനുപാതികമായിട്ടുള്ള റെപ്രസെന്റേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു 12 പോർട്ട്ഫോളിയോ എങ്കിലും മുഖ്യമന്ത്രി സഹിതം കോൺഗ്രസിന് കിട്ടേണ്ടതായിട്ടുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെയാണ് എങ്കിൽ 5-1 എന്ന രീതിയിലല്ലേ? അതുപോലും കറക്റ്റ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും ഓരോ 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്ന രീതിയിലത്തേക്ക് വന്നെങ്കിൽ മാത്രമേ 12 സ്ഥാനങ്ങൾ കിട്ടുകയുള്ളൂ. അതിൽ നിന്ന് തന്നെ ഒരാളിനെ മുഖ്യമന്ത്രിയായിട്ട് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരെ മറിച്ച് മുമ്പ് ലീഗിന് 5ാം മന്ത്രി സ്ഥാനം കിട്ടുന്ന സമയത്ത് കോൺഗ്രസിന് അത്രത്തോളം സീറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മിനിസ്ട്രിയെ നിലനിർത്തുന്നതിൽ ലീഗിനുള്ള പ്രാധാന്യം വളരെ കൂടുതലായതുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കോൺഗ്രസിന് 63 സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ലീഗിന് 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു ബാർഗെയിൻ ഉണ്ടാകുന്ന സമയത്ത് അത് അംഗീകരിച്ചാൽ അത് ഫേവറിറ്റിസമായി പോകും. കാരണം താങ്കൾ രണ്ടാമത് പറഞ്ഞ പോയിന്റ് എനിക്ക് ഫണ്ടമെന്റലി അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞത് മെറിറ്റിനെ കുറിച്ചാണ്. മെറിറ്റിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന അത്രയും പേർക്ക് മെറിറ്റ് ഉണ്ട്.
നേരത്തെയും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു പ്രശ്നം ശ്രീ ഹരി ഓർക്കുന്നുണ്ടാകും, അത് മെറിറ്റിനെ കുറിച്ച് തന്നെയാണ്. അതായത് ഈ 63 പേര് ജയിച്ചു വന്നിരിക്കുന്നതിൽ മുഖ്യമന്ത്രിയാകാനുള്ള മെറിറ്റ് ഇതിലൊരാൾക്കില്ലാതെ പുറത്തുനിന്ന് ഒരാൾ വരേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ ആ സമയത്ത് ഈ മെറിറ്റിനെ കുറിച്ച് ശ്രീ ഹരി സംസാരിച്ചില്ല, മറ്റാരും സംസാരിച്ചില്ല. ഇനി മെറിറ്റിന്റെ കാര്യത്തിൽ ഈ വീതം വെപ്പ് വന്നാലോ, താങ്കൾ പറയുന്നത് ശരിയാണ്, ഇപ്പൊ സ്പെക്കുലേഷൻ ആണ്, ശരി തന്നെ. പക്ഷെ ഏതെങ്കിലും രീതിയിൽ മാണി സി കാപ്പനും അനൂപ് ജേക്കബും കൂടി 2.5 വർഷം വീതം സീറ്റ് വീതം വെക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് കരുതിക്കോളൂ. മന്ത്രി കസേര വീതം വെക്കാനായിട്ട് തീരുമാനിച്ചാൽ, ഹൈപ്പോത്തറ്റിക്കലാണ്, പക്ഷെ അങ്ങനെ വീതം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അനൂപ് ജേക്കബിന് 2.5 വർഷം ഭരിക്കാനുള്ള മെറിറ്റേ ഉള്ളൂ എന്നാണോ? മാണി സി കാപ്പൻ തുടർച്ചയായിട്ട് ടഫ് ഫൈറ്റ് 2 മുന്നണികൾക്കെതിരെ നയിച്ച് ജയിച്ചു വരുന്ന ആളിന് 2.5 വർഷത്തെ മെറിറ്റേ ഉള്ളൂ എന്നാണോ? അങ്ങനെയൊന്നുമല്ല. അപ്പൊ ആത്യന്തികമായിട്ട് ഒരു ശൈലി മാറ്റവും സംഭവിച്ചിട്ടില്ല. കാലം മാറിപ്പോയി എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇപ്പോഴും വീതം വെപ്പ് നടത്തുന്നത് ഈ രീതിയിലത്തേക്കുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടും ഈ രീതിയിലത്തേക്കുള്ള സാമുദായിക പരിഗണനകൾ നോക്കിയിട്ടുമാണ്. അതിൽ നിന്ന് LDF വ്യത്യസ്തമാണ്, UDF അങ്ങനെ അല്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് എന്താ പ്രശ്നം? മറ്റൊരു കാര്യം ന്യായീകരിക്കാനായിട്ട് ഇൻക്ലൂസീവ് ആണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചെയ്യുമ്പോൾ സാമുദായിക നേതാക്കളിൽ നിന്ന് തന്നെ വിമർശനം കൂടി. ഒരു കമന്റ് പറഞ്ഞോട്ടെ മഞ്ജുഷേ, ശൈലി മാറ്റം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ഈ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ നോക്കിയും അല്ലെങ്കിൽ സീനിയോറിറ്റി നോക്കിയും ഒക്കെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഫേസ്ബുക്ക് നോക്കിയും ഫ്ലെക്സ് നോക്കിയും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഒരു ശൈലി മാറ്റം ഹൈക്കമാൻഡ് കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ. ഇന്നലെ വരെ അങ്ങനെ ചെയ്യാത്തതിനെ കുറിച്ച് വിമർശിച്ച സെബി ഇന്ന് രാവിലെ ഇല്ല, ഞാനത് വിമർശിച്ചില്ല. ഞാൻ അന്നേരം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മാധ്യമങ്ങളൊക്കെ സൗകര്യം ജനഹിതം നോക്കിയല്ലേ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അത് ജനഹിതം നോക്കിയാണ്. അതെ. ജനങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കല്ലോ മഞ്ജുഷേ, തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിന്റെ അവസാനം മുഖ്യമന്ത്രി ഇതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ സ്റ്റാൻഡ് ഇന്നും നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്താലും അതിനകത്ത് ഒരു കുറവ് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ ആരോ പറഞ്ഞതുപോലെ ഈ കൊല്ലാൻ പിടിച്ചാലും ഗിയോ വളർത്താൻ പിടിച്ചാലും ഗിയോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് നിങ്ങളുടേത്. മാധ്യമപ്രവർത്തകൾ അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ചെയ്തോളൂ. പക്ഷേ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇതിനകത്തൊരു കൃത്യമായൊരു സമീപനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എല്ലാവർക്കും അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതിനകത്തൊരു കുറവുണ്ടാൽ തെറ്റാണെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങൾ, ഇവിടെ ആര് ഒരു അഭിപ്രായം പറഞ്ഞാലും ആ അഭിപ്രായത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, ആ കഴമ്പുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിൽ നമ്മൾ അത് എടുക്കേണ്ടതുണ്ടോ എങ്കിൽ എടുക്കും. തെറ്റുണ്ടെങ്കിൽ ഞങ്ങളെ തിരുത്താം. ഞങ്ങളെ ചീത്ത പറയുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് തിരുത്താം. ഞങ്ങൾ നന്നായി പോകണം എന്നാഗ്രഹിക്കുന്നുള്ളൂ. ചില ആളുകളാണെങ്കിൽ പറയില്ല, ഇവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നവർക്കറിയാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങളുണ്ടാകും. കാരണം ദേ ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ഫ്രം അസ്. ഞങ്ങളിൽ നിന്ന് അവരത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളോടത് പറയും. അവർ അത് പറയാനുള്ള സ്വാതന്ത്ര്യവും ആ ജനാധിപത്യവും ഇതിനകത്തുണ്ട് എന്നവർക്കറിയാം. അത് ഞങ്ങൾ തിരുത്തും. അത് ഞങ്ങൾ കൂടുതൽ ഇൻക്ലൂസീവ് ആവുകയും ചെയ്യും. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ വിമർശിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇല്ല എന്നാണോ താങ്കൾ കരുതുന്നത്? പിന്നെ ഈ 5ാം മന്ത്രി എന്നുള്ള കാര്യം ലീഗിന്റെ ഒരു അനർഹമായ ചോദ്യമല്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ലീഗ് അനുഭവിക്കുന്ന ചില സമ്മർദ്ദങ്ങളുണ്ട് ആണികളിൽ നിന്നും. അതായത് ഒരു പ്രസക്തി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കാരണം മലബാറിലെ പ്രധാനപ്പെട്ട പാർട്ടിയായി ലീഗിനെ നിലനിൽക്കണമെങ്കിൽ ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഗെന്നും പറഞ്ഞ് മരിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, മുസ്ലിങ്ങൾ തന്നെയാണ്. അവർക്കിടയിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ കോൺഗ്രസ് വളരാൻ ആ രീതിയിൽ അനുവദിക്കില്ല. പണ്ട് ആര്യാടൻ മുഹമ്മദ് വളരാനൊരു ശ്രമം നടത്തി. മലപ്പുറം ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത് എത്രത്തോളം മുട്ടം വെട്ടിയാണ് ലീഗുമായി മുട്ടം വെട്ടി നിന്നാണ് കോൺഗ്രസ് പാർട്ടി ആര്യാടൻ മുഹമ്മദ് ആ ഒരു നിലമ്പൂർ വണ്ടൂർ മേഖലകളിൽ വളർത്തിയെടുത്തത് എന്നോർക്കണം. അവിടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള മുസ്ലിം മുഖങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ വളർച്ച നേടിയെടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ജനസാമാന്യത്തിന് പിന്തുണ കോൺഗ്രസ് പാർട്ടിക്കും ലീഗിനുമായി ആ രൂപത്തിൽ വിഭജിച്ചു പോകുന്നതിനോട് ലീഗ് ഒരുപക്ഷെ അനുകൂലമായി പ്രതികരിക്കില്ല. അതുമാത്രമല്ല, മലപ്പുറത്തെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.